ദിനങ്ങൾ. These are the days of hope. These are the days of hope. These are the days of hope. Hallelujah, hallelujah. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കഴിഞ്ഞ ആഴ്ചത്തെ പ്രോഗ്രാം അനേകർക്ക് അനുഗ്രഹവും വിടുതലുമായി തീർന്നു എന്നറിഞ്ഞതിൽ സന്തോഷിക്കുന്നു. ഈ ആഴ്ച അനുഗ്രഹിക്കപ്പെട്ട ദൂതുമായി ഡേയ്സ് ഓഫ് ഹോപ്പ് ഗ്ലോബൽ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫെലോഷിപ്പ് പാസ്റ്റർ അനീഷമൻ എബ്രഹാം നിങ്ങൾക്കായി ദൈവവചനം പ്രത്യാശയുടെ ദിനങ്ങൾ എന്ന പ്രോഗ്രാമിലൂടെ നൽകുന്നു. ശ്രദ്ധിച്ചാലും. പ്രത്യാശയുടെ ദിനങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നല്ല ദിവസം എന്ന ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചത്തെ പ്രോഗ്രാം അനേകരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാൻ ഇടയായി തീർന്നെന്ന് പറഞ്ഞതിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വേഗം വരുന്നതായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കാം. ഇന്നത്തെ ചിന്തയ്ക്കായി 2 കൊരിന്ത്യരുടെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം നമുക്ക് ഒരുമിച്ച് വായിക്കാം. അവിടെ ഇപ്രകാരം കാണുന്നു: ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. ജയോത്സവമായി നടത്തുന്ന ദൈവത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഈ കാണുന്ന ഓരോ ജീവിതങ്ങളും ഞാൻ ചോദിക്കട്ടെ, അനുഗ്രഹം പ്രാപിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു? ജീവിതത്തിൽ വിജയം പ്രാപിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു? എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരു പക്ഷേ നിങ്ങൾ ഇന്ന് വരെ കർത്താവിനെ രക്ഷകനായി അംഗീകരിച്ചിട്ടില്ലെങ്കിൽ, ഇന്ന് കർത്താവ് യേശു ക്രിസ്തുവിനെ നിങ്ങളെ സ്വന്തം രക്ഷിതാവായി അംഗീകരിക്കുമെങ്കിൽ കർത്താവ് നിങ്ങളെ എപ്പോഴും ജയോത്സവമായി വഴി നടത്തും. ഈ പ്രോഗ്രാം കാണുന്നവർ, യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി അംഗീകരിക്കാത്തവർ, കർത്താവേ, എന്റെ പാപത്തിനു വേണ്ടി അങ്ങ് മരിച്ചുവെന്നും അങ്ങ് മാത്രമേ രക്ഷകനായിട്ട് ഈ ഭൂമിയിൽ ഉള്ളെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ ഒരു പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും ദൈവത്തിന്റെ വലിയ പ്രവൃത്തി നിങ്ങളുടെ മധ്യ വെളിപ്പെടും. യേശു ക്രിസ്തുവിലൂടെ ജയോത്സവമായി നമുക്ക് ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച സകലവും ചപ്പന്നും ചവർന്നും എണ്ണിയ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ക്രിസ്തു ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുന്നു. പ്രിയമുള്ളവരെ, പലരും ചിന്തിക്കുന്നത് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുമ്പോൾ അത് ഏറ്റവും താന്ന ഒരു മാർഗമായിട്ട് പലരും അതിനെ ചിത്രീകരിക്കാറുണ്ട്. എന്നാൽ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ക്രിസ്തു ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി വഴി നടത്തുന്നു. കർത്താവ് തന്റെ മക്കളെ അത്ഭുതകരമായി ജയോത്സവമായി, ജയത്തിന്റെ ഉത്സവങ്ങൾ അവരുടെ ഭവനത്തിലുണ്ടാവും, അവരുടെ പ്രവൃത്തികൾ ഉണ്ടാവും. എല്ലാവിധ നന്മകളാലും ദൈവം അവരെ നിറയ്ക്കുന്ന ദൈവമാണ്. ഒരു ചെറിയ കഥ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കഴുകൻ തന്റെ കുഞ്ഞുങ്ങളെ എപ്രകാരമാണ് പരിപാലിക്കുന്നത്? ഈ കഴുകന്റെ കുഞ്ഞുങ്ങളെ ഈ കഴുകൻ പരിപാലിക്കുന്ന കഥ നമുക്കൊന്ന് ചിന്തിക്കാം. ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വളരെ ഉയരമുള്ള സ്ഥലത്ത് ഈ കഴുകൻ കൂടൊരുക്കുന്നു. അതായത് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വളരെ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് കഴുകൻ തന്റെ കൂട് ഒരുക്കുന്നത്. ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി താമസിക്കുവാൻ ആ കൂട്ടിനുള്ളിൽ കുഷ്യനോടുള്ള സംവിധാനങ്ങൾ, സുഖകരമായി കിടക്കുവാനുള്ള സംവിധാനങ്ങൾ ഈ കഴുകൻ തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവിടെ ഒരുക്കുന്നു. 4 നേരവും വാ വളർന്നിരിക്കുമ്പോൾ ഇതിന്റെ വായിൽ ഈ കഴുകൻ ഭക്ഷണം കൊണ്ടുവച്ചു കൊടുക്കുന്നു. ഒന്നിനും മുട്ടില്ല. സമൃദ്ധിയുടെ അനുഭവങ്ങളാണ് അവിടെ കാണുന്നത്. താമസിക്കുന്ന കൂട് നല്ല സേഫ് ആയിട്ടുള്ള സ്ഥലത്ത്, നല്ല ക്യൂഷൻഡ് ആയിട്ടുള്ള കൂട്, 4 നേരവും വാ വളർന്നിരിക്കുമ്പോൾ വിഭവസമൃദ്ധമായ ഭക്ഷണം. അതായത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന പോലെ അതിന്റെ കുഞ്ഞു പ്രായത്തിൽ പാലല്ല ഈ കഴുകൻ തന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. എന്നാൽ ഇറച്ചി കഷ്ണങ്ങളാണ് ഈ കഴുകൻ തന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. ഇറച്ചി കഷ്ണങ്ങൾ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഈ കുഞ്ഞുങ്ങൾ വളരെ വേഗം വളർച്ച പ്രാപിക്കുന്നു. ഈ വളർച്ച പ്രാപിക്കുന്ന കുഞ്ഞുങ്ങളെ ജീവിതത്തിൽ വിജയിക്കുവാൻ ഈ കഴുകൻ പഠിപ്പിക്കുന്നു.
എങ്ങനെയാണ് അവരെ ജീവിതത്തിൽ വിജയിക്കുവാൻ പഠിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ കഴുകൻ തന്റെ ചുണ്ടുകൊണ്ട് ഈ കുഞ്ഞുങ്ങളിൽ ഒരു കുഞ്ഞിനെ പെയ്യെ ഈ കൂട്ടിൽ നിന്ന് തള്ളി താഴേക്ക് തള്ളിവിടുന്നു. പ്രിയമുള്ളവരെ, വളരെ ഉയരത്തിലായതുകൊണ്ട് തന്നെ ഈ വീഴ്ചയുടെ ആഘാതവും വളരെ വലിയതായിരിക്കും. വളരെ ഉയരത്തിൽ നിന്ന് വീഴുമ്പോൾ ഈ കഴുകന്റെ കുഞ്ഞിന്റെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ കടന്നു പോയേക്കാം. ഇതിനാണോ എന്നെ ഇത്രയും സ്നേഹിച്ചത്? ഇതിനു വേണ്ടിയാണോ എന്നെ ഇത്രയും വളർത്തിയത്? എന്നെ തള്ളി താഴെ ഇടുവാനാണോ ഇത്രയും വളർത്തിയത്? നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ അനേകം ചോദ്യങ്ങൾ നാം ചോദിച്ചിട്ടില്ലേ? വളരെ ഉയർച്ചയിൽ ആയിരിക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ താഴേക്ക് വന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലില്ലേ? അപ്പോൾ നാം ചോദിച്ചില്ല, എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്? ദൈവം എന്നെ കൈവിട്ടോ? എൻ്റെ മാതാപിതാക്കൾ എന്തിനാ എന്നെ കൈവിട്ടെന്ന് കഴുകന്റെ കുഞ്ഞുങ്ങൾ ഒരുപക്ഷെ അതിന്റെ മനസ്സിലൂടെ അനേകം ചിന്തകൾ കടന്നുപോയിട്ടുണ്ടാകാം. അത് നിലവിളിക്കുന്നുണ്ടാകാം. വളരെ വേഗത്തിൽ അത് വീഴുന്നുകൊണ്ട് ഈ നിലവിളി ആരും കേൾക്കുന്നില്ല. എന്നാൽ ഈ കുഞ്ഞിനറിയാത്തൊരു കാര്യമുണ്ട്. ഈ വീഴ്ചയുടെ ആഘാതത്തിൽ ഇത് താഴെ വീഴാതെ ഇതിനെ നോക്കുന്ന ഇതിന്റെ മാതാപിതാക്കൾ മുകളിൽ വട്ടമിട്ട് പറക്കുന്നുണ്ട്. ഇത് താഴെ നിലം പതിക്കുന്നതിന് മുമ്പ് തന്നെ ഈ കഴുകൻ വന്ന് റാഞ്ചി ഈ കുഞ്ഞിനെ എടുത്ത് തോളിൽ വെച്ചുകൊണ്ട് ഉയരങ്ങളിലേക്ക് പറന്ന് വീണ്ടും ഇതിനെ ആ കൂട്ടിൽ കൊണ്ടാക്കുന്നു. ഇങ്ങനെ തന്നെയാണ് നമ്മുടെ സ്വർഗീയ പിതാവാൻ ദൈവവും. നാം ഉന്നതങ്ങളിൽ എത്തുവാൻ അവൻ ചില പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നൽകുന്നു. ചില അനുഭവങ്ങളോട് അവൻ നമ്മളെ കടത്തിവിടുന്നു. നാം ജയോത്സവമായി ജീവിക്കുവാൻ ചില പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് നാം താഴ്ച പ്രാപിക്കാനല്ല, ഉയർച്ച തന്നെ പ്രാപിക്കാൻ വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ തന്നെ ഈ കഴുകൻ മറ്റു കുഞ്ഞുങ്ങളെയും ട്രെയിൻ ചെയ്യുന്നു. പിറ്റേ ദിവസവും ഈ ട്രെയിനിങ് ഇങ്ങനെ തുടരുന്നു. വീണ്ടും ഈ കുഞ്ഞുങ്ങളെ തള്ളി താഴേക്ക് ഇടുന്നു. താഴേക്കിടുമ്പോൾ ഈ കഴുകൻ കുഞ്ഞിന്റെ ചിറകുകൾ ഇത് പെയ്യെ വികസിപ്പിക്കുന്നു. ഇത്രയും നാളും ഇതിനറിയില്ലായിരുന്നു ഈ ചിറകിന്റെ ഉപയോഗം എന്താണെന്ന്. എന്നാൽ ഈ വീഴ്ചയുടെ ആഘാതം, അതിന്റെ ആ സ്പീഡ് കുറയ്ക്കുവാൻ അതിന്റെ ചിറക് ഇത് എടുത്ത് പ്രയോഗിക്കുന്ന അനുഭവങ്ങളാണ് നമുക്ക് അവിടെ മനസ്സിലാകുവാൻ സാധിക്കുന്നത്. അതുവരെ ഈ ചിറകിന്റെ ഉപയോഗം മനസ്സിലാകാത്ത ഈ കഴുകന്റെ കുഞ്ഞ് പെയ്യെ ഈ ചിറകുകൾ അനക്കി ഈ വീഴ്ചയുടെ ആഘാതം അത് കുറയ്ക്കുന്നു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കണമെന്നൊരു കാര്യം, ദൈവം നമുക്ക് ഓരോരുത്തർക്കും നമ്മിൽ മറഞ്ഞിരിക്കുന്ന അനേകം താലന്തുകളുണ്ട്. ഒരുപക്ഷെ നമുക്കറിയില്ലായിരിക്കാം, പക്ഷെ നമ്മെ സൃഷ്ടിച്ച സൃഷ്ടിതാവിനറിയാം നമ്മുടെ കഴിവുകൾ, നമ്മുടെ താലന്തുകൾ. ഈ താലന്തുകൾ നാം ഉപയോഗിക്കുമ്പോൾ, ഈ ചിറകുകൾ ഇത് ഉപയോഗിക്കുമ്പോൾ അതേ ആ വീഴ്ചയുടെ ആഘാതം കുറയുന്നു. പെയ്യെ പെയ്യെ ഇത് പറക്കുവാൻ ശീലിക്കുന്നു. നമുക്കറിയാം, കഴുകൻ വളരെ ഉയരങ്ങളിലാണ് പറക്കുന്നത്. ഉയരത്തിൽ പറക്കുവാൻ കഴിവുള്ള പക്ഷിയാണ് കഴുകൻ. അതുപോലെ തന്നെ വളരെ ശക്തിയുള്ള ഒരു പക്ഷിയുമാണ് ഈ കഴുകൻ. അതിന്റെ ചിറകുകൾ വളരെ വിശാലവും വീതിയേറിയതുമായതുകൊണ്ട് തന്നെ വളരെ ശക്തിയാണ് ഇതിന്റെ ചിറകിന്. ഒരു ഫ്ലൈറ്റ് വരെ വന്ന് തട്ടിയാൽ ആ ഫ്ലൈറ്റ് വരെ തകർന്നു പോയ ചരിത്രങ്ങൾ നമുക്കറിയാം. പ്രിയമുള്ളവരെ, കഴുകന്റെ കുഞ്ഞുങ്ങളോടും കഴുകനോടുമാണ് ദൈവം നമ്മളെ ഉപമിച്ചിരിക്കുന്നത്. ആവർത്തന പുസ്തകം പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. ആവർത്തന പുസ്തകം അതിന് 32-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ പ്രകാരം കാണുന്നു: കഴുകൻ തന്റെ കൂട് അനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ താൻ ചിറക് വിരിച്ച് അവനെ എടുത്തു, തന്റെ ചിറകിന്മേൽ അവനെ വഹിച്ചു. അപ്പൊ കഴുകൻ കൂടനക്കി കുഞ്ഞുങ്ങളെ പറക്കുവാൻ ശീലിപ്പിക്കുന്ന പോലെയാണ് ദൈവം നമ്മളെയും പറക്കുവാനായി ശീലിപ്പിക്കുന്നത്. വെറും ഒരു സാധാരണ പക്ഷിയോടല്ല നമ്മളെ ഉപമിച്ചിരിക്കുന്നത്. നമ്മളെ ഉപമിച്ചിരിക്കുന്നത് കഴുകനോടാണ്. വളരെ ഉയരത്തിൽ പറക്കുവാൻ കഴിയുന്ന കഴുകനോടാണ് ദൈവം നമ്മളെ ഉപമിച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കണമെന്നൊരു സത്യം, നമ്മൾ മറഞ്ഞിരിക്കുന്ന അനേകം ഗുപ്ത നിധികളുണ്ട്. പലപ്പോഴും നമുക്കറിയില്ല നമ്മളിൽ ഉള്ളിലുള്ള കഴിവിനെ, നമ്മുടെ ഉള്ളിലുള്ള താലന്തുകൾ. അത് മനസ്സിലാകണമെങ്കിൽ നാം ജീവിതത്തിൽ ചിലപ്പോൾ ഒറ്റപ്പെടുമ്പോൾ, ചില പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ നമ്മുടെ കഴിവുകൾ നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുകയുള്ളൂ. കഴുകന്റെ കുഞ്ഞുങ്ങൾക്ക് അത് താഴെ വീഴുമ്പോഴായിരുന്നു അതിന് മനസ്സിലായത് ഈ ചിറകിന്റെ ഉപയോഗം എന്താണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ഉള്ളിലുള്ള കഴിവിനെ വികസിപ്പിക്കുവാൻ
നമ്മളെ ദൈവത്തോട് അടുപ്പിക്കുവാൻ, നാം ഉയരങ്ങളിൽ എത്തുവാൻ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ചില പ്രതികൂലങ്ങൾ നിങ്ങളെ കടത്തിവിടുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരുപക്ഷെ നിങ്ങൾ തകർന്നു പോയിരിക്കുന്ന അനുഭവങ്ങളായിരിക്കാം. എല്ലാവരും നിങ്ങളെ കൈവിട്ടിട്ടുണ്ടാകാം. ആരും നിങ്ങൾക്ക് സഹായമില്ലായിരിക്കാം. നിങ്ങളെ സ്നേഹിക്കുന്ന സ്വന്തം മാതാപിതാക്കൾ വരെ നിങ്ങളെ കൈവിട്ട അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം. നിങ്ങളുടെ ചാർച്ചക്കാർ നിങ്ങളെ കൈവിട്ട അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം. സ്നേഹിതർ നിങ്ങളെ കൈവിട്ട അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം. ആരെല്ലാം കൈവിട്ടാലും കൈവിടാത്ത ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. ഈ കഴുകന്റെ കുഞ്ഞുങ്ങൾ താഴെ വീണ് നിലം പരിചാകുന്നതിന് മുമ്പേ അതിനെ പൊക്കിയെടുത്ത് അതിന്റെ ചിറകിന്മേൽ വഹിച്ചുകൊണ്ട് പോകുന്നത് പോലെ അതെ നാം നിലം പരിചാകുവാൻ ദൈവം അനുവദിക്കുകയില്ല. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന്റെ 37-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു: നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലെല്ലാം പൂർണ്ണ ജയം പ്രാപിക്കുവാൻ സഹായിക്കുന്നുവെന്ന്. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഈ ലോകത്തിലെ കഷ്ടങ്ങളിൽ നിന്ന് ജയിക്കുവാൻ, ഈ ലോകത്തിലെ പ്രതികൂലങ്ങളിൽ നിന്ന് ജയിക്കുവാൻ അതെ നമ്മെ സ്നേഹിച്ച ദൈവം മുഖാന്തരം നമുക്ക് സാധിക്കുമെന്നാണ് ആ വചനത്തിലൂടെ അവിടെ മനസ്സിലാക്കുന്നത്. പ്രിയമുള്ളവരുടെ, ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രതികൂലങ്ങളും വരുമ്പോൾ തളർന്നു പോകുകയല്ല വേണ്ടത്, ദൈവത്തിൽ ആശ്രയിക്കുക അത്ര വേണ്ടത്. ഈ കഴുകന്റെ കുഞ്ഞുങ്ങൾക്കറിയില്ല ഇതിന്റെ മാതാപിതാക്കൾ ഉയരത്തിൽ നിന്ന് തന്നെ നോക്കുന്നുണ്ടെന്നുള്ള സത്യം. പലപ്പോഴും നാമും വളരെ ഉയരങ്ങളിൽ നിന്ന് വീഴുമ്പോൾ നമുക്കറിയില്ല. നാം ദൈവത്തോട് ചോദിക്കും, എന്തുകൊണ്ടാണ് ദൈവമേ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചത്? അതെ, ദൈവത്തിന് നിന്നെക്കുറിച്ച് പദ്ധതിയുണ്ട്. നീ ഉയരങ്ങളിൽ എത്തുവാൻ, ക്രിസ്തു നിന്നെ ജയോത്സവമായി നടത്തുവാൻ ആഗ്രഹിക്കുന്നു. പ്രതികൂലങ്ങൾ വരുമ്പോൾ നാം ചിന്തിക്കണം, എന്റെ ജീവിതത്തിൽ ഇത് എന്തുകൊണ്ട് വന്നു എന്ന് നാം ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, നാം ദൈവത്തോട് അടുക്കുവാൻ, ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതികൾ നിവർത്തീകരിക്കപ്പെടുവാനാണ് ദൈവം ചില ശോധനകളിലൂടെ കടത്തിവിടുന്നത്. നാം പൊന്നുപോലെ പുറത്തു വരുവാൻ, അതേ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് പദ്ധതിയുണ്ട്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, പറഞ്ഞു തീരാത്ത ദാനനിമിത്തം ദൈവത്തിന് സ്തോത്രം. താൻ പറയുന്നു, ക്രിസ്തു എപ്പോഴും ജയോത്സവമായി നടത്തുന്നു. അത് മാത്രമല്ല, താൻ വീണ്ടും പറയുന്നു, പറഞ്ഞു തീരാത്ത ദാനനിമിത്തം ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, കർത്താവിന്റെ വേലയിലായിരിക്കുന്ന അപ്പോസ്തലനായ പൗലോസിന് ഇങ്ങനെ പറയാൻ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്കും പറഞ്ഞുകൂടാ കർത്താവ് ഞങ്ങളെപ്പോഴും ജയോത്സവമായി നടത്തുമെന്ന്? എന്തുകൊണ്ട് നിങ്ങൾക്ക് കർത്താവിൽ വിശ്വസിച്ചുകൂടാ കർത്താവ് നിങ്ങളെ ജയോത്സവമായി നടത്തുന്ന ദൈവമാണെന്ന്? ഇന്ന് നിങ്ങൾ വിശ്വസിക്കെ, നിങ്ങളായിരിക്കുന്ന പ്രതികൂലങ്ങളെ ജയിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കും. എബ്രഹാം ലിങ്കനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. എബ്രഹാം ലിങ്കനെ പറ്റി ചോദിക്കുമ്പോൾ എല്ലാവർക്കും അറിയാം, അദ്ദേഹം അമേരിക്കയുടെ 16ാമത്തെ പ്രസിഡന്റ് ആയിരുന്നു. പക്ഷെ താൻ ഈ പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് താൻ അനേകം പരാജയങ്ങളിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണ്. ജീവിതത്തിൽ അനേകം പരാജയങ്ങളുടെ ഒരു നീണ്ട ഘോഷയാത്രയായിരുന്നു തന്റെ ജീവിതം തന്നെ. അമേരിക്കയിൽ കെൻറ്റുക്കി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തായിരുന്നു താൻ ജനിച്ചത്. അവിടെ വസ്തു സംബന്ധമായ ചില പ്രശ്നങ്ങൾ കാരണം വേറെ ഒരു സ്ഥലത്തേക്ക് കുടിയേറി പാർത്തു. തന്റെ മാതാപിതാക്കൾക്ക് വിദ്യാഭ്യാസമില്ലായിരുന്നു. തന്റെ 2ാം അമ്മയായിരുന്നു തന്നെ വായിപ്പിക്കുവാൻ ശീലിപ്പിച്ചതും. അന്ന് താൻ ആയിരുന്ന സ്ഥലത്ത് മൈലുകൾ നടന്നുപോയി പുസ്തകങ്ങൾ ശേഖരിച്ച് അങ്ങനെയായിരുന്നു തന്റെ പഠിത്തമൊക്കെയും നടന്നുകൊണ്ടിരുന്നത്. ആ കാലഘട്ടത്തിലാണ് തന്റെ കയ്യിൽ ഒരു ബൈബിൾ ലഭിക്കുന്നത്. തന്നെ പറ്റി പഠിക്കുമ്പോൾ ഒരു പരാജയങ്ങളുള്ള നീണ്ട ഘോഷയാത്രയാണ് തന്റെ ജീവിതം. പക്ഷെ താൻ ഒരിക്കലും അതിൽ നിരാശനായിരുന്നില്ല. താൻ പിന്നെയും പിന്നെയും ട്രൈ ചെയ്തുകൊണ്ടേയിരുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. നിങ്ങൾ ജീവിതത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുവാൻ തയ്യാറാണെങ്കിൽ ദൈവം നിങ്ങളെ അത്ഭുതകരമായി നടത്തും. അതേ, ക്രിസ്തു നിങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുവാൻ വിശ്വസ്തനായ ദൈവമാണ്. 1816 എബ്രഹാം ലിങ്കൺ നാടുവിടേണ്ടി വന്നത്. 1818 അദ്ദേഹത്തിന്റെ അമ്മ മരിച്ചു. 1831 അദ്ദേഹം ഒരു ബിസിനസ് ആരംഭിച്ചു. അതെല്ലാം പരാജിതമായി തീർന്നു. വീണ്ടും ഒരു സുഹൃത്തിന് നിന്ന് കടം മേടിച്ച് വീണ്ടും ബിസിനസ് ആരംഭിച്ചു. അതെല്ലാം ജപ്തി നടപടിയിലേക്ക് പോയി. സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവിലേക്ക് മത്സരിച്ചു. അവിടെയും താൻ പരാജയനായി തീർന്നു. അങ്ങനെ ഒരുപാട് തവണ പരാജയപ്പെട്ട വ്യക്തിയാണ്. എന്നാൽ താൻ ഒരിക്കൽ അമേരിക്കയുടെ പ്രസിഡന്റായി തീർന്നു. പ്രിയ ദൈവമക്കളെ, ജീവിതത്തിൽ പരാജയങ്ങൾ വരാം, സ്വാഭാവികമാണ്. ഞാൻ മുമ്പേ നിങ്ങളോട് പറഞ്ഞ കഥയിൽ ഈ കഴുകന്റെ കുഞ്ഞുങ്ങളെ കഴുകൻ താഴേക്കിട്ടത് അവ നശിച്ചു പോകാനല്ല, അവ ഉയരങ്ങളിൽ പറക്കുവാൻ ശീലിക്കുവാനാണ്.
അതുകൊണ്ട് തന്നെ ദൈവം ചില പ്രതികൂലങ്ങളിലൂടെ നിങ്ങളെ കടത്തി വിടുന്നുണ്ടെങ്കിൽ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് വലിയ ഉദ്ദേശമുണ്ട്. നിങ്ങൾ നശിക്കുവാനല്ല, നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കുവാൻ, നിങ്ങൾ ഉയരങ്ങൾ കീഴടക്കുവാൻ അതേ ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരിക്കലും ദൈവത്തിലുള്ള നിങ്ങളുടെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകരുത്. ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുമടക്കിയാൽ അതേ ഒരു മനുഷ്യന്റെ മുന്നിൽ നിങ്ങൾ മുട്ടുമടക്കേണ്ടി വരില്ല. ഒരു എബ്രഹാം ലിങ്കനെ ദൈവത്തിന് അമേരിക്കൻ പ്രസിഡന്റ് ആക്കുവാൻ സാധിപ്പിച്ചെങ്കിൽ, അതിന് ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ, നിങ്ങളെ ഉയരങ്ങളിൽ എത്തിക്കുവാൻ എൻ്റെ ദൈവത്തിന് സാധിക്കും. പരാജയം ഒന്നിന്റെയും അവസാനമല്ല, അതെ, പരാജയം വിജയത്തിന്റെ മുന്നോടിയാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നിരാശയിലായിരിക്കുന്ന ജീവിതങ്ങളോട് ദൈവത്തിന്റെ ആത്മാ പറയുന്നു, നിരാശപ്പെടേണ്ട. ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി നിവർത്തീകരിക്കുവാൻ, നിങ്ങളുള്ള കഴിവുകളെ മനസ്സിലാക്കുവാൻ നിങ്ങൾ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുക. ദൈവത്തോട് ചോദിക്കുക, കർത്താവേ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എപ്രകാരമാണ് ഞാൻ മുന്നേറേണ്ടത്? പ്രകാരം നിങ്ങൾ ചോദിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കും. ഏലിയാവ് എന്ന പ്രവാചകനെ കുറിച്ച് രാജാക്കന്മാരുടെ പുസ്തകങ്ങൾ പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം. വലിയ അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്ത ഏലിയാവ് തന്നെ ഒരിക്കൽ നിരാശനായി ഇരുന്ന അനുഭവങ്ങൾ നമുക്കറിയാം. 1 രാജാക്കന്മാരുടെ പുസ്തകം അതിന്റെ 19-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: അങ്ങനെ അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്നൊരു ദൂതൻ അവനെ തട്ടി അവനോട് എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. അവൻ ഉണർന്നു നോക്കിയപ്പോൾ കനലിന്മേൽ ചുട്ട ഒരടയും ഒരു തുരുത്തി വെള്ളവും തലയ്ക്കൽ ഇരിക്കുന്നത് കണ്ടു. അവൻ തിന്നുകുടിച്ചു, പിന്നെയും കിടന്നുറങ്ങി. പ്രിയമുള്ള ദൈവമക്കളെ, നാം മനസ്സിലാക്കണം, ഏലിയാവ് പ്രവാചകൻ ബാലിന്റെ പ്രവാചകന്മാരെ മുട്ടുമടക്കിയവനാണ്. വലിയ വീരപ്രവൃത്തികൾ ചെയ്തവനാണ്, വലിയ അത്ഭുതങ്ങൾ ചെയ്തവനാണ്. ഇസബേൽ എന്ന ഒരു സ്ത്രീയുടെ ഭീഷണിക്ക് മുന്നിൽ താൻ ഭയന്ന് ചൂരച്ചെടിയുടെ തണലിൽ പോയിരിക്കുന്നു. അവിടെ ചെന്ന് താൻ പ്രകാരം പറയുന്നു, മതി കർത്താവി, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ എന്ന്. ഇസബേലിന്റെ ഭീഷണി കേട്ട് ഏലിയാവ് പ്രവാചകൻ ചൂരച്ചെടിയുടെ തണലിൽ പോയിരുന്ന് പറയുകയാണ്, മതി കർത്താവി, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ എന്ന് പറയുക. അവിടെ നിരാശനായി കിടന്നുറങ്ങിയ ഏലിയാവിന്റെ അടുക്കൽ ദൈവത്തിന്റെ ദൂതൻ വന്നിറങ്ങി പറയുകയാണ്, എഴുന്നേറ്റ് തിന്നുവാൻ. അതെ, നാം വീട്ടിലായിരിക്കുമ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ബെഡ് സൈഡിൽ ബെഡ് കോഫി കൊണ്ട് വെക്കുന്നത് പോലെ ദൈവത്തിന്റെ ദൂതൻ കനലിന്മേൽ ചുട്ട അടയും വെള്ളവും അവിടെ കൊണ്ടുവെക്കുന്നു. ദൈവത്തിന്റെ എത്ര വലിയ അത്ഭുതകരമായ ഒരു പ്രവൃത്തിയാണ്. നിരാശപ്പെട്ട് ഉറങ്ങുന്ന തന്റെ പ്രവാചകന് വേണ്ടി ദൈവം ചെയ്ത വലിയൊരു അത്ഭുത പ്രവൃത്തി. ദൂതൻ അതെ കനലിന്മേൽ ചുട്ട അടയും വെള്ളവും കൊണ്ടുവന്ന് ഇദ്ദേഹം കിടന്ന തലക്കൽ കൊണ്ടുവെക്കുന്നു. നമുക്ക് ബെഡ് കോഫി നമ്മുടെ ബെഡ് സൈഡിൽ കിട്ടുന്നത് പോലെ ഇവിടെ ബെഡ് കോഫി മാത്രമല്ല ലഭിച്ചത്, കഴിക്കുവാനുള്ള ഭക്ഷണവും ലഭിച്ചു. ഇദ്ദേഹം ഇത് കഴിച്ചു, വീണ്ടും കിടന്നുറങ്ങി. ഒരു പക്ഷേ ഏലിയാവ് ചിന്തിച്ചിട്ടുണ്ടാകും, ദൈവം തന്നെ നടത്തും, ഇങ്ങനെ കിടന്നുറങ്ങിയാലും ദൈവം എന്നെ പോറ്റുമെന്ന് ചിന്തിച്ചിട്ടുണ്ടാകാം. എന്നാൽ ദൂതൻ 2-ാം പ്രാവശ്യവും എന്നെ തട്ടിയിട്ട് പറഞ്ഞു, എഴുന്നേറ്റ് തിന്നുക, എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. പക്ഷേ അവിടെ വീണ്ടും പറയുന്നു, അതെ 7-ാമത്തെ വാക്യം താട്ട് വായിക്കുമ്പോൾ കാണുന്നു, യഹോവയുടെ ദൂതൻ 2-ാം പ്രാവശ്യം വന്നവനെ തട്ടി, എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ നാം കഴിക്കേണ്ടുന്ന ആഹാരത്തിന്റെ അളവും നാം ചെയ്യണമെന്ന യാത്രയുടെ ദൂരവും ആഴവും എല്ലാം അറിയുന്ന ഒരു ദൈവം. അവന് ദൂരയാത്ര ചെയ്യുവാനുണ്ട്. ആ യാത്രയിൽ അവൻ തളർന്നു പോകാതിരിക്കുവാൻ, അവൻ ക്ഷീണിച്ചു പോകാതിരിക്കുവാൻ, അവന്റെ ശരീരത്തിന് വേണ്ടുന്ന ഊർജം, അവന്റെ ശരീരത്തിന് വേണ്ടുന്ന ആരോഗ്യത്തിന് വേണ്ടുന്ന ഭക്ഷണം ദൈവം അവിടെ ഒരുക്കി കൊടുത്തു. നിരാശനായ പ്രവാചകന് മുന്നിൽ ദൈവത്തിന്റെ വലിയ അത്ഭുത പ്രവൃത്തിയാണ് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത്. അവിടെ ദൈവത്തിന്റെ ദൂതൻ പറയുന്നു, എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ. അപ്പൊ ആ ദൂരയാത്ര ചെയ്യുവാൻ ആവശ്യമായ ആരോഗ്യത്തിന് ആവശ്യമായ ഭക്ഷണം ദൈവം അവിടെ ഒരുക്കി കൊടുക്കുന്നു. ദൈവത്തിന് അറിയാം നമുക്ക് എന്ത് നൽകിയാൽ നാം പോഷിക്കപ്പെടും. നമുക്ക് വേണമെന്ന ആഹാരം അതിന്റെ അളവ് കൃത്യമായി അറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. എത്ര വിശ്വസ്തനായ ദൈവമാണ്.
പ്രിയമുള്ള ദൈവമക്കളെ, വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവൻ വഴിയരികിൽ വിട്ടേച്ച് പോകുന്ന ദൈവമല്ല. ഒരു ഇസബേലിന്റെ ഭീഷണിക്ക് മുന്നിൽ നിരാശനായിരുന്ന ഏലിയാവിനെ ധൈര്യപ്പെടുത്തി അവന് വേണ്ടുന്ന ഭക്ഷണവും വെള്ളവും ഒരുക്കിയെങ്കിൽ, അതെ, നിരാശയോടെ ഇരിക്കുന്ന ജീവിതങ്ങളോട് ദൈവത്തിന്റെ ആത്മാ പറയുന്നു, അതെ, ഇത് ഒന്നിന്റെയും അവസാനമല്ല, ഇത് ചില പുതിയ വഴികളുടെ തുടക്കമാണ്, നിന്റെ വിജയത്തിന്റെ തുടക്കമാണ്. ഇന്നും നിങ്ങൾ വിജയിക്കാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കെ, അതെ, ദൈവം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യും. വിശ്വാസത്തിന്റെ വാക്കുകൾ നിങ്ങൾ ഉരുവിടെ, തീർച്ചയായും ദൈവം നിങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തും. ഇവിടെ ദൂതൻ വീണ്ടും പറയുന്നു, അതെ, എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. 8-ാമത്തെ വാക്യത്തിൽ കാണുന്നു, അവൻ എഴുന്നേറ്റ് തിന്നു കുടിച്ചു, ആ ആഹാരത്തിന്റെ ബലം കൊണ്ട് 40 പകലും 40 രാവും ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം നടന്നു എന്ന്. പ്രിയ ദൈവമക്കളെ, ഈ ലോകത്തിൽ മാത്രമല്ല, അങ്ങ് നിത്യത വരെ എത്തിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. അന്നുവരെ നമ്മെ പോറ്റി പുലർത്തുവാൻ ദൈവം വിശ്വസ്തനാണ്. തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മളെ ഓരോരുത്തരെയും പോറ്റേണ്ടത് ദൈവത്തിന്റെ കടമയാണ്. പക്ഷെ നാം കർത്താവിനെ അനുസരിക്കണം, കർത്താവിനെ രക്ഷകനായി നാം സ്വീകരിക്കണം, കർത്താവിൽ നാം വിശ്വസിക്കണം. കർത്താവിന്റെ പാപത്തിന് വേണ്ടി മരിച്ചു, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം മാത്രമാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കർത്താവിൽ വിശ്വസിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങളെക്കാൾ വലിയവനായ ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. പ്രതികൂലങ്ങളിൽ ഭയന്ന് നിൽക്കുവാനല്ല, പ്രതികൂലങ്ങളെ അതിജീവിക്കുവാനുള്ള കൃപ നിങ്ങളുടെ മേൽ ദൈവം നൽകിയിട്ടുണ്ട്. അപ്പോസ്തലനായ പൗലോസിനോട് കർത്താവ് പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി, അത് ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ശക്തിയാണ്. അതെ, ദൈവത്തിന്റെ കൃപ മതി നമുക്ക്. അത് നമ്മുടെ ബലഹീനതയിൽ നമ്മളെ ശക്തിപ്പെടുത്തുവാൻ ആ കൃപ നമ്മളോട് കൂടെയുണ്ടെങ്കിൽ നാം അത്ഭുതകരമായി, അതിശയകരമായി തന്നെ ദൈവം നമ്മളെ നടത്തുവാൻ വിശ്വസ്തനാണ്. ജയോത്സവമായി നമ്മെ നടത്തുന്ന ദൈവം. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, പറഞ്ഞു തീരാത്ത ദാന നിമിത്തം ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവമക്കളെ, എപ്പോഴും ദൈവം ചെയ്ത നന്മകൾക്ക് നന്ദിയുള്ളവരായിരിക്കണം നമ്മൾ. നമ്മുടെ ജീവിതത്തിലെ ഒരു വലിയ പരാജയം എവിടെയാണെന്ന് ചോദിച്ചാൽ, പലപ്പോഴും ലഭിച്ച നന്മകളെക്കാൾ ലഭിക്കാനിരിക്കുന്ന നന്മകളെ കുറിച്ചാണ് നമ്മുടെ ചിന്ത. പ്രിയ ദൈവമക്കളെ, എപ്പോഴും ലഭിച്ച നന്മകൾക്കായി നന്ദി പറയുക. ദൈവം തന്ന ആയുസ്സിനായി, ദൈവം തന്ന ആരോഗ്യത്തിനായി, ദൈവം തന്ന ബലത്തിനായി, ദൈവം ഓരോ ദിവസവും അത്ഭുതകരമായി നടത്തുന്നതിനായി നന്ദി പറയൂ. കർത്താവിൽ ആശ്രയിക്കൂ, കർത്താവിന്റെ സന്നിധിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കൂ. തീർച്ചയായും കർത്താവ് നിങ്ങളെ ജയോത്സവമായി തന്നെ വഴി നടത്തും. അവൻ അന്ത്യം വരെയും നിത്യത വരെയും നമ്മളെ വഴി നടത്തുവാൻ വിശ്വസ്തനായ ദൈവമാണ്. ഒരു കഴുകൻ തന്റെ കുഞ്ഞിനെ പറക്കുവാൻ ശീലിപ്പിച്ചതുപോലെ കർത്താവ് നമ്മൾ ഒരുക്കിയെടുക്കുന്ന ദിനങ്ങളാണ്. ആരെങ്കിലും നിരാശയോടെ ഭാരത്തോടെയാണ് ഈ മെസ്സേജ് കേട്ടതെങ്കിൽ, തീർച്ചയായും ദൈവത്തിന് നിങ്ങളെ കുറിച്ച് പദ്ധതിയുണ്ട്. ദൈവത്തിന് നിങ്ങളുടെ കഴിവുകളെ വികസിപ്പിക്കുവാൻ, ദൈവത്തിൽ നിങ്ങൾ ആശ്രയിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളെ ഉയരങ്ങളിൽ എത്തിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിൽ ആശ്രയിക്കുക. നിങ്ങളിൽ മറഞ്ഞിരിക്കുന്ന കഴിവുകളെ വികസിപ്പിക്കാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാൻ ദൈവമേ, ഈ വചനം കേട്ട എല്ലാ പ്രേക്ഷകർക്കായി സ്തോത്രം. കർത്താവേ, അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും, അതെ, ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് ഒരിക്കൽ കൂടെ മനസ്സിലാക്കുവാൻ ദൈവം ഇന്ന് പകൽ സഹായിച്ചതിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിരാശയിൽ ആത്മഹത്യ അല്ലാതെ മുമ്പിൽ വേറെ ഒരു വഴിയുമില്ല എന്ന് ചിന്തിച്ച ജീവിതങ്ങളോട് ദൈവം എന്ന് ഇടപെട്ടതിനായി സ്തോത്രം. വലിയ ഉയരങ്ങളിൽ നിന്ന് ഉന്നതമായ ജോലി വിട്ട് ഒന്നുമില്ലാത്ത അവസ്ഥയിലായിരിക്കുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, അവരോടും ദൈവം ഇടപെട്ടതിനായി സ്തോത്രം. അതെ, ദൈവം ഒരിക്കലും തകർക്കുവാനല്ല, അവിടുന്ന് ഞങ്ങളെ വീണ്ടും ഉയരങ്ങളിൽ എത്തിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. കർത്താവിനെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും ദൈവത്തിന്റെ വായന പ്രകാരം. കർത്താവെ, അങ്ങയുടെ സൈന്യങ്ങളെ കാത്തിരുന്ന് പ്രാർത്ഥിക്കും. ദൈവം തന്റെ ജനത്തെ മാനിക്കണം. ഈ വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. അവരെല്ലാവരും വിഷയത്തിൽ നിന്ന് പ്രവർത്തിച്ചിരിക്കുക. സ്തോത്രം. ദൈവം ഇവരെ മാനിച്ച് അനുഗ്രഹത്തോടെ ജയോത്സവമായി
ഇവരെ നടത്തുന്നതിനായി സ്തോത്രം. ഇവരെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ചെങ്ങന്നൂരിനടുത്തുള്ള വ്യക്തിയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഞങ്ങളുടെ കൂട്ടായ്മയിൽ വന്ന് പങ്കെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത അനുഭവമായിരിക്കും. ഇതുവരെ നിങ്ങൾ പ്രാപിച്ചിട്ടില്ലാത്ത ആത്മീയമായ സന്തോഷം, ആത്മീയമായ കൈത്താങ്ങലുകൾ, നിങ്ങൾക്ക് വേണ്ടി ഇടവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന നല്ലൊരു പ്രാർത്ഥനാ ടീം, നിങ്ങളെ സ്നേഹിക്കുന്ന നല്ല ഒരു കൂട്ടം സഹോദരി സഹോദരന്മാർ, ഈ ആത്മീയ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ചെങ്ങന്നൂരിൽ YMCയിൽ എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെയുള്ള ഡേയ്സ് ഓഫ് ഹോപ്പ് ഗ്ലോബൽ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫെലോഷിപ്പിലേക്ക് നിങ്ങളെ ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം ഇതേ ചാനലിൽ വീണ്ടും കാണുന്നവരെ കർത്താവ് തന്റെ കൃപയ്ക്കുള്ളിൽ നമ്മളെ മറക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ചെങ്ങന്നൂരിലുള്ള ഒരു കൂട്ടം യുവാക്കളാൽ ആരംഭിച്ചതാണ് ഡേയ്സ് ഓഫ് ഹോപ്പ് ചാരിറ്റബിൾ സൊസൈറ്റി. സമൂഹത്തിലെ നിർധനരായവർക്കും അക്ഷരരായവർക്കും കൈത്താങ്ങൽ കൊടുക്കുന്നതിലൂടെ യുവതിയുവാക്കളെ സാമൂഹിക പ്രതിബദ്ധത ഉള്ളവരാക്കുവാൻ വേണ്ടി ചാരിറ്റി പ്രവർത്തനങ്ങൾ, മദ്യം, മയക്കുമരുന്ന്, മൊബൈൽ ഫോണിന്റെ ദുരുപയോഗം എന്നിവയ്ക്ക് എതിരായുള്ള അവയർനെസ് ക്ലാസുകൾ, യുവതിയുവാക്കളെ ലക്ഷ്യബോധമുള്ളവരാക്കുവാൻ വേണ്ടി മോട്ടിവേഷൻ ക്ലാസുകൾ, മാതാപിതാക്കൾക്കും കുട്ടികൾക്കുമായുള്ള കൗൺസിലിംഗ് ക്ലാസുകൾ, കൂടാതെ ദൈവിക ബന്ധത്തിൽ മുന്നോട്ടു പോകുവാൻ ആത്മീയ കൂട്ടായ്മ, യുവതിയുവാക്കളുടെ ടാലന്റ് മനസ്സിലാക്കി വളരുവാൻ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഡേയ്സ് ഓഫ് ഹോപ്പ് ഗ്ലോബൽ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ആത്മീയാരാധന ദൈവിക വിടുതൽ ശുശ്രൂഷയിൽ എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെ ചെങ്ങന്നൂർ YMC വിളിച്ച് നടത്തപ്പെടുന്നു. ഈ ആത്മീയ കൂട്ടായ്മ അനേക ജീവിതങ്ങൾക്ക് അനുഗ്രഹവും വിടുതലുമായി തീരുന്നു. എല്ലാ ദിവസവും രാവിലെ 5 മണി മുതൽ പ്രഭാത പ്രാർത്ഥന, എല്ലാ ചൊവ്വാഴ്ചയും കോട്ടേജ് മീറ്റിംഗ്, ഓൾ നൈറ്റ് പ്രെയർ, ഉപവാസ പ്രാർത്ഥനകൾ. അനുഗ്രഹം പ്രാപിപ്പാൻ നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുന്നു. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ ദയവായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 8075304360, 9744583955. ഇമെയിൽ dsahope78@. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഡേയ്സ് ഓഫ് ഹോപ്പ് ഗ്ലോബൽ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ആത്മീയാരാധന ദൈവിക വിടുതൽ ശുശ്രൂഷയിൽ എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെ ചെങ്ങന്നൂർ YMC വിളിച്ച് നടത്തപ്പെടുന്നു. ഈ ആത്മീയ കൂട്ടായ്മ അനേക ജീവിതങ്ങൾക്ക് അനുഗ്രഹവും വിടുതലുമായി തീരുന്നു. എല്ലാ ദിവസവും രാവിലെ 5 മണി മുതൽ പ്രഭാത പ്രാർത്ഥന, എല്ലാ ചൊവ്വാഴ്ചയും കോട്ടേജ് മീറ്റിംഗ്, ഓൾ